കലാപകലുഷിതമായ മുർഷിദാബാദിൽ സമാധാനം പുനഃസ്ഥാപിച്ചേ മതിയാകൂ. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അഭ്യർത്ഥന തള്ളി സംഘർഷബാധ പ്രദേശങ്ങളിൽ ഇന്ന് ഗവർണർ സി വി ആനന്ദബോസ് സന്ദർശിച്ചു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായ അക്രമങ്ങൾ അടിച്ചമർത്തുന്നതിന് ദീർഘകാല നടപടികൾ വേണം എന്നാണ് ഗവർണറുടെ നിലപാട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സംഘവും മാൽഡയിൽ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മുർഷിദാബാദിലെത്തി സംഘർഷബാധിത മേഖലകൾ സന്ദർശിക്കുക, സംഘർഷബാധിതരെ നേരിട്ട് കണ്ട് അവർക്ക് ആശ്വാസം പകരുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു സി വി ആനന്ദബോസിൻ്റെ യാത്ര. പക്ഷേ ഈ സംഘർഷങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഒക്കെ ശേഷം മുർഷിദാബാദ് വീണ്ടും പഴയ രീതിയിലേക്ക്, സമാധാനത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരികയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ആവശ്യത്തെ, ആ ഒരു അഭ്യർത്ഥനയെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം സി വി ആനന്ദബോസ് പശ്ചിമ ബംഗാൾ ഗവർണർ മുർഷിദാബാദിലെ മാൽഡയിലേക്ക് ട്രെയിൻ മാർഗം എത്തുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം സംഘർഷബാധിത മേഖലകൾ സന്ദർശിച്ചു. സംഘർഷബാധിതരെ നേരിട്ട് കണ്ട് അവർക്ക് ആശ്വാസം പകർന്നു. ഈ അതിക്രമങ്ങൾ തടയാൻ വേണ്ടി, ഈ സംഘർഷങ്ങൾ തടയാൻ വേണ്ടി, അത് അടിച്ചമർത്താൻ വേണ്ടി ദീർഘകാലം നടപടി ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ സംഘർഷങ്ങൾക്ക് പിന്നാലെ വലിയ തോതിൽ കടുത്ത വിമർശനം മമതാ ബാനർജിക്കെതിരെ, തൃണമൂൽ സർക്കാരിനെതിരെ എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതേ വിമർശനം തന്നെ സി വി ആനന്ദബോസും ഗവർണറും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ നടപടികൾ, ഈ സംഘർഷങ്ങൾ ചെറുക്കാൻ വേണ്ടി അത് ദീർഘകാലത്തേക്ക് തന്നെ ഒരു കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം, അത് കൈക്കൊള്ളണമെന്നുള്ളൊരു കാര്യം കൂടിയാണ്, പ്രസ്താവന കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സി വി ആനന്ദബോസിന് പുറമെ ഈ മാൽഡയിൽ തന്നെ, മുർഷിദാബാദിൽ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സന്ദർശനം നടത്തുന്നുണ്ട്. അനേകം ആളുകൾക്കാണ് ഈ സംഘർഷങ്ങളിൽ വീട് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ വീട്ടിൽ നിന്നെല്ലാം തന്നെ പലായനം ചെയ്ത് താൽക്കാലിക ക്യാമ്പുകളിൽ അവർക്ക് തങ്ങേണ്ടി വരുന്നത്, അവർക്കിപ്പോൾ വസിക്കേണ്ടി വരുന്നത്. അവരെയെല്ലാം തന്നെ നേരിട്ട് കണ്ട് ആശ്വാസം പകരുക, എത്രയും പെട്ടെന്ന് പഴയ രീതിയിലേക്ക്, അല്ലെങ്കിൽ മുർഷിദാബാദ് ഉണ്ടായിരുന്ന ആ സമാധാനത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന. അതായത് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾ, അതിക്രമങ്ങൾ അത് തടയുക മാത്രമല്ല, ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുക്കൽ നടപടികൾ കൂടി ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഉണ്ടാവണമെന്നുള്ള കാര്യമാണ് നിലവിൽ സി വി ആനന്ദബോസ് പങ്കുവച്ചിരിക്കുന്നത്. സി വി ആനന്ദബോസ് ട്രെയിൻ മാർഗം മുർഷിദാബാദിലേക്ക് എത്തി അവിടെ മാൾഡയിൽ സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. സമാധാനം പ്രസ്താവിച്ചേ മതിയാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നേരത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ സന്ദർശനം നടത്തരുത്, അന്തരീക്ഷം മോശമാണ് എന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും അഭ്യർത്ഥന തള്ളിക്കൊണ്ടാണ് ഗവർണർ എത്തിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗവർണർ കലാപ കലുഷിത മേഖലയിൽ സന്ദർശനം നടത്തുകയാണ്.